ഞങ്ങളുണ്ടല്ലോ ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഇറങ്ങി മിയാവാക്കി ഫോറസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരാൾ വ്ലോഗ് ചെയ്തിട്ട് തെറ്റിപ്പോയിട്ട് അതോർത്ത് എന്തോ പറഞ്ഞ് അതോർത്ത് ചിരിക്കാൻ പറഞ്ഞത് മാറിപ്പോയി. വലിയ കാര്യമായിട്ട് വ്ലോഗ് ചെയ്തതാണ്. ഇതുണ്ടോ ഒത്തിരി ആളുകൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു 3000 രൂപ കോടി ചിലവാക്കി കാക്കാത്തൂറ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ കുറേ ടീംസ് പറഞ്ഞത് എത്ര ഊളകളാണെന്ന് ആലോചിച്ച് നോക്കി. എത്ര ആൾക്കാർക്കാണ് ജോലി കിട്ടണം. ഈ ഒരു ആദിവാസി ഗ്രാമം മൊത്തം മാറ്റി കളഞ്ഞു. അവിടുത്തെ എത്ര ആൾക്കാർക്കാണ് ജോലി കിട്ടണം. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടി. ഇപ്പോൾ അത് കണ്ടോ, ഞാൻ ഒരു ഹോം സ്റ്റേ, ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയിൽ അത് തന്നെ ഒരു CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചേക്കണതാണ്. ഇത് ചിതൽപുറ്റാണോ, ഒറിജിനലല്ല, കോൺക്രീറ്റ്. അത് കണ്ടോ എത്ര ഭംഗിയായിട്ടാന്നൊക്കെയോ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കണം. അവിടെ ഇരിക്കാനുള്ള കണ്ടോ ഇരിക്കാനുള്ള ഇരിപ്പിടവും വിശ്രമ കേന്ദ്രം ഇറക്കിയേക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത്. കണ്ട് നടന്ന് അതേ എവിടെ ഒരു കിളിക്കൂട്, ഇതാ നോക്കി കിളിക്കൂട്. കിളി ഉണ്ടോയെന്ന് പറഞ്ഞൂടാ കേട്ടോ. കിളിയില്ല, കിളിയുടെ കൂട് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കിളികൾ വന്ന് മുട്ടയിടുമായിരിക്കും. ഇവിടെ ഒരു തേനീച്ചക്കൂടിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. കണ്ടോ അതിനകത്ത് തേനീച്ചകളെ നമുക്ക് കാണാറുണ്ടോ. കണ്ടോ തേനീച്ചകൾ കണ്ടോ, വലിയ തേനീച്ചക്കൂട്. ഇതാണ്ടോ ഒരു മിയാവാക്കി ഫോറസ്റ്റിൻ്റെ തിയേറ്റർ. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ മിയാവാക്കി ഫോറസ്റ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഗംഭീരൻ ലുക്ക്. ഇത് കണ്ടോ, അതെ ബസ് സ്റ്റോപ്പിൽ, നമ്മൾ ബസ് സ്റ്റോപ്പിൽ അതെ സ്റ്റാർട്ട് ചെയ്യട്ടോ. അതുണ്ടോ സ്ക്രീൻ, എന്താ ഭംഗിയായിട്ടാണ് ചെയ്തേക്കണം. കേറി തുടങ്ങി. मिनट काटे जा रहे हैं। घर के पीछे का गुलमोहर हो या स्कूल के आंगन में उगता शीशम, हम किसी ना किसी को हर रोज खो रहे होगा। बड़े पेड़ और गगनचुंबी पेड़ 6 फुट, 10 से 20 फुट और 40 फुट तक बढ़ने वाले पेड़ इकट्ठा लगाए जाते हैं, और वो भी काफी पास पर स्क्वायर मीटर में 2 से 4 पेड़ लगाए जाते हैं। इससे पेड़ सीधे सूर्य की रोशनी की ओर बढ़ते हैं। सूर्य की किरणें उनके पत्तों पर तो पड़ती हैं, पर जमीन तक नहीं पहुंचती, जिससे और प्रदेश में हरियाली लाते हैं। ഷോ കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നേ. വർക്ക് സ്റ്റാർട്ടഡ് ഓൺ 1 സെപ്റ്റംബർ 2021. 2021 ഇപ്പോൾ 2024. 3 കൊല്ലം ശരിയാ, 3.5 കൊല്ലമായി കാണും അല്ലേ. ആ 3 കൊല്ലം കൊണ്ട് വളർന്നേക്കണേ ഈ കാണുന്ന കാട് മൊത്തം കേട്ടോ. ഒരു 2 ഏക്കർ നിറയെ കാട്. നമ്മുടെ ഇരിക്കാൻ കാട് മാതിരി, പക്ഷേങ്കിൽ അവിടെ വലിയ മരങ്ങളുണ്ട്. ഇവിടെ അതിനുള്ള അത്രയും വലുപ്പമായിട്ടില്ല മരങ്ങൾ, ചെറിയ ചെറിയ മരങ്ങളാണ്. എന്നാലും ഒരു തിക്ക് ഫോറസ്റ്റ് ആയിട്ടുണ്ട് 3 കൊല്ലം കൊണ്ട്. മിയാവാക്കി ഫോറസ്റ്റ് വിളിച്ചയുടെ അവിടേക്ക് പോകണം. അവിടെ വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാൻ നമ്മുടെ അടുത്ത ബസ് കേട്ടോ, ഫ്രീ ബസ്സിൽ. ഇതിനകത്ത് ഫുള്ളാണ് ബസ്. ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ മെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം 11 മണിയാണ്. നമുക്ക് എല്ലാ ബസ്സിലും ഒരു ഗൈഡ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഒരു ഗൈഡ് ഉണ്ടാവും. ആൾ അനൗൺസ് ചെയ്യും എവിടെ ഇറങ്ങണം, എത്ര രൂപ ടിക്കറ്റ് റേറ്റ് ഒക്കെ ആവുന്ന ആൾ ബസ്സിലിരുന്ന് അനൗൺസ് ചെയ്യും. അവിടെ നമുക്ക് നേരെ ഡാം കാണാൻ പറ്റും. സർദാർ സരോവർ, വാലി ഓഫ് ഫ്ലവേഴ്സ്. വാലി ഓഫ് ഫ്ലവേഴ്സിന്റെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് ബസ് പോയിട്ടോ. എന്ത് ഇത് കണ്ടോ ഒരു ബസ് സ്റ്റേഷൻ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ആ റൂഫ് കാണുമ്പോൾ ഇതിൻ്റെ
ബസ് സ്റ്റേഷനും പാർക്കിങ്ങും കൂടി കേട്ടോ. ഇവിടെ ഒന്നും നമുക്ക് പുറമേ നിന്നുള്ള വണ്ടികളാലോ അല്ല പുറമേ നിന്ന് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട ടൂറിസ്റ്റ് ബസ്സുകൾ കണ്ടോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് വരണം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേറെ വണ്ടികളുടെ ഒന്നും അലോ ചെയ്യില്ല. എല്ലാ വണ്ടിയും ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത് വരണം. പിന്നെ ഇവിടെയുള്ള ബസ്സുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പിങ്ക് ഓട്ടോ ലേഡീസിൻ്റെ അത് എടുത്തിട്ട് പോകണം. ബസ്സുകൾ ഉണ്ടോ, ഓരോ മിനിറ്റിലും ഉണ്ട് ബസ്. ഓരോ മിനിറ്റിലും ഒരു ബസ്സല്ല 2-3 ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബസ് പോയി തൊട്ട് പുറകെ വേറെ ബസ് വന്നു. ഒത്തിരി ബസ് അവിടെ ഉണ്ട്. എല്ലാം ഫ്രീ സർവീസാണ് കേട്ടോ. കണ്ടക്ടർ ഉണ്ടാകും, പക്ഷേങ്കിൽ ആൾ ഒരു ഗൈഡ് മാതിരിയാണ്. നമ്മളെവിടെ ഇറങ്ങണം, എന്താണ് കാണാനുള്ളതെന്നൊക്കെ പറഞ്ഞു തരും. ഗുജറാത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിലൊന്നാണ് കേട്ടോ ഇത്. കണ്ടോ, എവിടെ നോക്കിയാലും നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇത് ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടെയൊക്കെ. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ തിരക്കുള്ള ഏത് സ്ഥലത്ത് നിന്നാലും അവിടെ എല്ലാം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇതുണ്ടോ സംഭവം എത്ര നീറ്റായിട്ടാണ്, നോക്കി നീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും താഴെയില്ല കേട്ടോ. നമ്മളുണ്ട് ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ. അതാണ് ഇന്ന് കാണാം, അവിടെ നിന്ന് കാണാം നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതുണ്ടോ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മേസ് ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. നേരെ അവിടെ നിന്ന് പോകാം. പിന്നെ ഇതാണ് കേട്ടോ ഗ്ലോ ഗാർഡൻ. ഈ കാണുന്നത് ഇത് രാത്രി എന്നൊക്കെ പറഞ്ഞു, രാത്രി വന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം ലൈറ്റുകളാണ് കാണിച്ചിട്ടേ. ഇത് കണ്ടോ, ഇതെല്ലാം ലൈറ്റ്. ആ റോസാപ്പൂ ഇതെല്ലാം ലൈറ്റ്, അതെല്ലാം തെളിച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും രാത്രി വേണ്ടി കാണാൻ. ഏറ്റവും വൈബുള്ള സ്ഥലമാണ്. പക്ഷേ രാത്രി നിന്ന് കാണാൻ വരാൻ സമയം ഉണ്ടാവും, ഡൗട്ടുണ്ട്. നമുക്ക് 9 മണിക്ക് ഏകതാ നഗർന്നൊരു ട്രെയിനുണ്ട് വടോദരയ്ക്ക്, അതിൽ പോകണം. കണ്ടോ, ഇതെല്ലാം തൊട്ടടുത്ത് ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ കേട്ടോ ഈ സംഭവങ്ങളെല്ലാം. ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ആ ഓട്ടോക്കാരി നമ്മുടെ ഇന്ന് 1000 രൂപ ചോദിച്ചത്. ഭയങ്കര ഒരു ഫ്രോഡായിട്ട് തോന്നിട്ടോ പിങ്ക് ഓട്ടോക്കാരികൾ. വളരെ മോശം പരിപാടിയായി പോയി അത് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് സ്റ്റാച്യു യൂണിറ്റിയുടെ അവിടെ നിന്ന് വേറെ ഒരു ഓട്ടോ വിളിച്ച് വീണ്ടും റൂമിലേക്ക് പോയിട്ടു. അപ്പോൾ ആൾ 150 രൂപയാണ് നമ്മുടെ ഇന്ന് വാങ്ങിച്ചോളൂ. ഇത് പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് പോകാൻ 200, ഇങ്ങോട്ടേക്ക് വരാൻ 200 അങ്ങനെ വാങ്ങിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ ഇല്ല ഈ സൂവിലേക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല. അതിന് എക്സ്ട്രാ 50 രൂപ വേറെ വാങ്ങിച്ചു. വാലി ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ താഴ്വര. അതിൻ്റെ അകത്ത് ചെടികൾ, വള്ളിച്ചെടികൾ ഇങ്ങനെ കയറ്റി വിട്ടേക്കണുണ്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഉരുക്ക് മനുഷ്യനെ കുറച്ചും കൂടി അടുത്ത് കാണാം കേട്ടോ. ഇതാണ് ഫ്ലവർ ഗാർഡൻ, പൂക്കളുടെ താഴ്വര, വാലി ഓഫ് ഫ്ലവർ. പൂക്കളുടെ താഴ്വരയിൽ എന്നിട്ട് കാണാൻ ഭംഗിയുള്ളൊരു പൂ കിട്ടി കേട്ടോ. പിന്നെ ഉള്ളത് ഇതുപോലത്തെ ചെറിയ ചെറിയ റോസാ പൂക്കളാട്ടോ. ഇത് സൂര്യകാന്തി തന്നെയല്ലേ? അതെ. ഇത് കണ്ടോ, വലിയ സൂര്യകാന്തി. ഇതുണ്ടോ, എത്ര വലിപ്പമുണ്ട്. എൻ്റെ കയ്യിൽ കൊള്ളില്ല, നല്ല വെയിറ്റാണ് കേട്ടോ, നല്ല വെയിറ്റും ഉണ്ട്. വാ, ഇത് സൂര്യകാന്തി തന്നെയല്ലേ? ആ, സൂര്യകാന്തി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ലോഗോ കാണാം കേട്ടോ, സിംഹം. ഇത് സൂര്യകാന്തിയാണോ? റെഡ് സൂര്യകാന്തി, സീനിയ. ഇത് സൂര്യകാന്തി, ചെറിയ സൂര്യകാന്തി. ആയി പറഞ്ഞു. ഇത് കണ്ട സൂര്യകാന്തി ചെടി ഒരാളേക്കായും വലിപ്പോട്ടോ, നോക്കിക്കോട്ടോ. അതാ കണ്ട എന്തിനേക്കായും പൂക്കത്തിലുള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ പൂവ് നല്ല വലിപ്പമാണ് കേട്ടോ. എനിക്ക് തന്നെ ആ പൂവ് തന്നെ കാണുമ്പോൾ ഒരു 1/4 കിലോ. ഇതെന്താ അത്? നമ്മുടെ അവിടുത്തെ കോളാമ്പി ഇല്ലേ, കോളാമ്പിയുടെ മാതിരി തന്നെ കേട്ടോ. ആ, പക്ഷെ കളർ വ്യത്യാസമുണ്ട്. ഇത് റോസാന്ന് മാത്രം.
തൊട്ടപ്പുറക്കാണ് ഗ്ലോ ഗാർഡൻ. വാലി ഓഫ് ഫ്ലവേഴ്സ് ഫ്രീ ആട്ടോ, നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതാണ് ഗ്ലോ ഗാർഡൻ. ഇതിന് പേയ്മെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് വേറെ എക്സ്ട്രാ ഇതിൻ്റെ ഉള്ളിലാട്ടോ. പക്ഷേ ഇതൊക്കെ രാത്രി വന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ഇന്ന് 9 മണി വരെ ബസ്സും അല്ലെങ്കിൽ ട്രെയിനും ഒക്കെ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗാർഡനിൽ ഒരു സൂര്യകാന്തി ഉണ്ട്, തൊട്ടപ്പുറം ഒരു ജിറാഫ് നിൽപ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു പാം ട്രീ നിൽപ്പുണ്ട്. എന്താ ഇതൊക്കെ രാത്രി വന്ന് കാണണം, എല്ലാം ലൈറ്റാണ്, ഇതെല്ലാം തെളിഞ്ഞിരിക്കും. ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ, നമുക്ക് കുറേ കാണാനുണ്ട്, കുറേ ദൂരം നടക്കാനുമുണ്ട്. നമുക്കൊരു 1 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഇത് കൂടെ വന്നു കഴിഞ്ഞാൽ. ഇത് അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട് കേട്ടോ, ഐ ആം ഇൻ വാലി ഓഫ് ഫ്ലവേഴ്സ്. അവിടെ പോയി ഫോട്ടോ എടുക്കാം കേട്ടോ. ഡോണ്ട് ബ്രേക്ക് ഫ്ലവേഴ്സ്. ഇതിൻ്റെ പേരെന്നാ? മുസാണ്ട. ഇത് കടലാസപ്പൂ, ബോഗൻവില്ല. ഇന്നലെ പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ബോഗൻവില്ല വേറെ കളറ്. വാലി ഓഫ് ഫ്ലവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇത് ഏറ്റവും ലാസ്റ്റ് ആ എൻഡ് പോയിൻ്റ് കേട്ടോ. ഇവിടെ വരണം കേട്ടോ. ഇതാണ് സെൽഫി പോയിൻ്റ്. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, സ്റ്റാച്യു കണ്ടോ? അത് നമുക്ക് അവിടെ നിന്നിട്ട് സെൽഫി എടുക്കാൻ പാകത്തിന് ഒരു ഇത് ചെയ്ത് വെച്ചേക്കണേണ്. അതിൻ്റെ ഉള്ള നമുക്ക് കാഴ്ച ഇതാണ്. ഉരുക്ക് മനുഷ്യൻ, അവിടെ നിന്നുള്ള പാലം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനുള്ള മറ്റേ ലൈറ്റ് ഷോ കാണാനുള്ള ബെഞ്ചുകൾ അവിടെ കാണാൻ പറ്റും. നമുക്ക് ഇത് അവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഒരു 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് വാലി ഓഫ് ഫ്ലവേഴ്സും അവിടുത്തെ ബസ് സ്റ്റേഷനും എത്തുക. അത് കണ്ട് അവിടെ ഒരു ചെറിയ ദ്വീപ് മാതിരി ഒരു ചെറിയൊരു മല ഉണ്ടായിരുന്നു, അത് നിരത്തി അവിടെയാണ് സ്റ്റാച്യു പണിതേക്കുന്നത്. വാലി ഓഫ് ഫ്ലവേഴ്സ് വൈകിട്ട് കേട്ടോ തുറക്കുള്ളൂ. ഈവനിങ്ങിൽ മാത്രമേ അത് പ്രശ്നമുള്ളൂ. ഒരു 7 മണി 8 എൻ്റെ ടൈം. വാലി ഓഫ് ഫ്ലവേഴ്സ്, ഗ്ലോ ഗാർഡൻ, ഇക്കോ ടൂറിസം സർക്യൂട്ട്, കേവഡിയ സർക്യൂട്ട് റൂട്ട് ബസ്സസ്, സർക്കുലർ റൂട്ട് ബസ്സസ് എവറി 50 മിനിറ്റ്സ്. കണ്ടോ, പിങ്ക് ഓട്ടോ കാര്യങ്ങളിവിടെ കിടപ്പുണ്ട്, കുറേ ഇലക്ട്രിക് ഓട്ടോയാണ് കേട്ടോ. അടുത്ത ബസ് വന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് പോകുന്നുണ്ട് ഡാം വ്യൂ പോയിൻറ്റിലേക്ക്. അത് ഇവിടെ നിന്ന് നടന്ന് പോകണമെന്ന് പറഞ്ഞോളാം, ചോദിച്ചു നോക്കാം. ഇത് കണ്ടോ, സൂനിയർ ബോട്ടിൽസ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്ന് എഴുതുന്ന സൂനിയർ ബോട്ടിൽസ് 50 രൂപ നമുക്ക് കിട്ടും, വെള്ളം സഹിതം കിട്ടും. എന്നിട്ട് നമുക്കിത് ഓരോ സ്ഥലത്തു നിന്ന് ഇതുപോലെ റീഫില്ല് ചെയ്യാൻ പറ്റും. ആ ഫ്രീ ആണ് കേട്ടോ, റീഫില്ല് ഫ്രീ ആണ്, നല്ല തണുത്ത വെള്ളം കിട്ടും. സൂനിയർ ബോട്ടിൽസ് 50 രൂപ. कैसा है? नाम क्या है अपना? नाम बोलो. कैसा है इधर? ഒരു ബൈക്കിൽ പോകണുണ്ടോ, അത് നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ കിട്ടുന്ന കേട്ടോ. ഇവിടെ ഇതെല്ലാം സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഓൺലൈനായിട്ട് വാടകയ്ക്ക് എടുക്കാം കേട്ടോ. ഇതുണ്ടോ, അവൻ ഓടിക്കണ വണ്ടി ഉണ്ടോ, അത് നമുക്ക് 45 മിനിറ്റിലേക്ക് 200 രൂപ കേട്ടോ. അത് പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല, ഈ പാർക്കിങ്ങിൻ്റെ അകത്ത് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഡാം വ്യൂ പോയിൻറ്റിലേക്കുള്ള എൻട്രി ഇവിടെ നിന്നാണ്, ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള. ഇവിടെ ഇതുപോലെ ഒരു നടപ്പന്തലുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴെ അവിടെ വരെയുണ്ട്. ഇവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവുക, അവിടെയാണ് എൻട്രൻസ്. വ്യൂ പോയിൻറ്റ് എൻട്രി. എന്താണ് നർമ്മദ സരോവർ ഡാം. ഇവിടെയും കുറച്ച് കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. ഇത്രയും സ്പേസ് കണ്ട ഒരു ഗ്രൗണ്ടാണ്, അത്രയും മാത്രമേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. നേരെ തൊട്ടടുത്ത് പോയി നിന്നൊക്കെ ഡാം കാണാം. സെയിം തന്നെ എല്ലായിടത്തുള്ള മാതിരി തന്നെ ഉണ്ടോ. വിമലുണ്ട്, പാൻ പരാഗൊക്കെ എല്ലായിടത്തും കിട്ടും കേട്ടോ. അതാ ഈ സാധനം ഫ്രൈ മാത്രം. പിന്നെ അതവിടെ കുക്കുംബറുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ये क्या है? ये मरबरा मुरवा, ये कितना है? 30 रुपया. हाँ हाँ हाँ, बना लो. 30 रुपया मुरबुरा, ऐसा कुछ नाम बोला.
എന്നിട്ട് മുർമുറ ഭേൽ ഇങ്ങനെയുണ്ട് കുറേ മലര്, പിന്നെ മിക്സർ, പിന്നെ കുറച്ച് സോസ്, അങ്ങനെ എന്തൊക്കെയാ ചേർക്കുന്നുണ്ട്. ആ ലൈം ഒഴിക്കണ്ട, ലൈം മിക്സ് ചെയ്യുക. ഇത് മുർമുറ ഭേൽ, സവാള, തക്കാളി, മല്ലിയിലുണ്ടോ? ആ ഓക്കെ ഓക്കെ. ഇത് ഫൈനലി ഇതായിരിക്കും പ്രൊഡക്റ്റ്. ഉപ്പാന്ന് തോന്നുന്നു, ഉപ്പും മുളകും. അത് അറിഞ്ഞൂടാ. ലോലി എന്നിട്ടാ ലോലിപ്പഴം അങ്ങനെ ഒരു പഴമുണ്ടല്ലോ, ലവ്ലോലി. അതിനാ ലവ്ലോലിക്ക അതല്ലേ? കഴിഞ്ഞു, ഫിനിഷായി, അത്രേ ഉള്ളൂ. മുർമുറ ഭേൽ. മുർമുറ ഭേൽ. ഇവിടുത്തെ കപ്പലണ്ടി ഉണ്ടാവും, നല്ല വലിപ്പമുണ്ട്. അവിടത്തേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ ഏറ്റവും ചാത്തൻ സാധനം തന്നെ തോന്നുന്നു. ഇത് ഒറിജിനൽ സാധനം. ഒരു പാക്കറ്റ് 20 രൂപ കേട്ടോ. ഞങ്ങളൊരു 4-5 പാക്കറ്റ് വാങ്ങിച്ചു. യെസ്, അപ്പോൾ ഇതാണ് കേട്ടോ നർമ്മദ ഡാം. ഒരുപാട് അലമ്പൊക്കെ കണ്ട് വളർന്ന ഒരു ഡാമാണ്. അവസാനം കുറച്ച് വർഷം മുമ്പാണ് മോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. മേധാ പട്കർ അവരൊക്കെ വന്നിട്ട് ഈ നാട്ടുകാർ, അതായത് ഇവിടെ കുറച്ച് ആദിവാസി സമൂഹമാണ് ഉണ്ടായിരുന്നത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഒരു 400 ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് അലമ്പുണ്ടാക്കി അവസാനം ഡാം പണി കഴിഞ്ഞപ്പോൾ ഈ ഏരിയയിലേക്ക് മൊത്തം ജലസേചനത്തിനുള്ള സൗകര്യമായി, കൃഷിയായി. അപ്പോൾ ഈ നാട്ടുകാർക്ക് തന്നെ ഒരുപാട്, അതായത് ഈ ആദിവാസി ഗ്രാമത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ജോലിയായി. ഇതുണ്ടോ ആ നിൽക്കുന്ന സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടത്തെ ഉള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം ഓരോരോ ജോലിയായി, വരുമാന മാർഗ്ഗമായി. ഇതുണ്ടോ വൈകിട്ടാകുമ്പോൾ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട്. ഒരു നമ്മുടെ സർദാർ ജി വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയിൽ ലേസർ ഷോ നടക്കണില്ല, ആ സമയത്ത് തന്നെ ഇവിടെയും ലേസർ ഷോ ഉണ്ട്. അത് കാണാനുള്ള ഇരിപ്പിടാണ് കേട്ടോ ചെയ്തേക്ക് വെച്ചേക്കണത്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അടിപൊളിയായിട്ടാണ് ചെയ്തത്. കാണണ്ട, ഞാൻ സൂം ചെയ്ത് നോക്കാം. അവിടെ എന്തോ ഒരു ഇങ്ങനെ ഇത് കേബിൾ മാതിരി കാണുന്നുണ്ട്. റോപ്പ് വേ ആണോ എന്ന് അറിഞ്ഞൂടാ. അല്ല, റോപ്പ് വേ അല്ലെന്ന് പറഞ്ഞത് ഇലക്ട്രിക്കിൻ്റെ എന്തെന്ന് തോന്നുന്നു. റോപ്പ് വേ ഇല്ല കേട്ടോ, റോപ്പ് വേ ഇല്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജംഗിൾ സഫാരിയുടെ ബേഡ് പക്ഷികളെ ഇട്ടിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്തത് കാക്ടസ് ഗാർഡൻ കാണാൻ പോകണം. അത് നമ്മൾ താമസിക്കുന്ന അവിടെ ഉണ്ടല്ലോ. ഇത് കാക്ടസ് ഗാർഡൻ അല്ല കേട്ടോ, ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് കാക്ടസ് അല്ല, അത് ബട്ടർഫ്ലൈ ഗാർഡൻ കേട്ടോ, നേരെ ഓപ്പോസിറ്റ്. ഇവിടുന്ന് കുറേ പോകണം കേട്ടോ. അങ്ങ് അറ്റത്ത് ആ ബ്രിഡ്ജില്ലേ, അവിടെ ഹോട്ടലിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള ബ്രിഡ്ജ്, അവിടെ നിന്ന് വേണം ഇങ്ങോട്ടേക്കൊക്കെ വരാനായിട്ട്. ഒരു 5-6 കിലോമീറ്റർ യാത്രയുണ്ട്. 5-6 കിലോമീറ്റർ അല്ല, ഇവിടെ വരാൻ പറ്റുമെങ്കിൽ ഒരു 10 കിലോമീറ്റർ എങ്കിലും ചുറ്റി കറങ്ങി വരണം. To Kohima and Kargil and Kanyakumari. If we can travel freely today, it's because of Sardar Vallabhai Patel, Sri Narendra Modi. അതായത് 562ഓളം രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നമ്മുടെ ഒരു ഇന്ത്യ ഒരൊറ്റ ഭാരതമാക്കി ഈ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രയും വിഘടിച്ച് കിടന്ന കുറേ രാജ്യങ്ങൾ. അതായത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഉണ്ടാക്കിയത് കേട്ടോ. ഒറ്റ രാജ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ നമുക്ക് ഇത് കൈമാറിയെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആ ചെയ്തത് ഇരിക്കുന്ന ഒരൊറ്റ മനുഷ്യനാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. 562ഓളം നാട്ടുരാജ്യങ്ങളും പല പ്രവിശ്യകളും ഒക്കെ ആയിട്ട് കിടന്നതിനെ അനുനയത്തിലൂടെയും കുറച്ച് ആൾക്കാരെ കുറച്ച് ഫോഴ്സായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചേർത്ത് ഒരുമിപ്പിച്ച് ഒരൊറ്റ ഇന്ത്യയാക്കി രൂപപ്പെടുത്തിയ ഒരു മഹാനാണ് ഈ നിൽക്കുന്നയാൾ. ആ ആളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇതുപോലൊരു പ്രതിമ ഈ അടുത്ത് മോദി വന്നതിന് ശേഷം ഒന്ന് ഉണ്ടാക്കാൻ തോന്നിയത്. മോദി വരാൻ കാത്തിരുന്നു ഇങ്ങനെ ഒരാളെ നമ്മൾ അറിയാനും അതിന് വേണ്ട പ്രാധാന്യം കിട്ടാനും. ഇന്ത്യ ഉണ്ടാക്കിയൊരു മനുഷ്യനാണ് ഈ നിൽക്കണ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. വീണ്ടും ബസ് കയറി ഇനി തൊട്ടടുത്ത സ്റ്റോപ്പായ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്യുവിൻ്റെ അടുത്ത് ഇറങ്ങണം. അവിടെ നമുക്ക് തട്ടുകടയിൽ നിന്ന് ഖാന ഹെ, ബേൽപൂരി ഖാന ഹെ, താലി ഖാന ഹെ, क्या मिलता है वो खाना है. डोसा नहीं मिलेगा, इडली नहीं मिलेगा, बिरयानी नहीं मिलेगा.
മേഴ്സ് ഗാർഡൻ തകർപ്പൻ സംഭവം. നമ്മൾ ഇന്നലെ കയറിയില്ല. അത് എനിക്ക് വന്നാൽ പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കും ഇത്. അത് അതിൻ്റെ അകത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് മോദി പറയുകയും ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു വയർലെസ് സെറ്റ് മാതിരി, അത് മൈക്കാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഈ ബസ്സിലെ കണ്ടക്ടറും ഉള്ളിലേക്ക് അത് അനൗൺസ് ചെയ്യാനുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ കണ്ടക്ടർമാരായിട്ട് വന്നേക്കുന്നത്. അനൗൺസ് ചെയ്യാനുള്ള സംവിധാനമാണിത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അനൗൺസ് ചെയ്യും, ആളുകൾ ഇറങ്ങിക്കോ. ചില സ്ഥലത്ത് ചില ഗൈഡുകൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയും കേട്ടോ, എത്ര രൂപ കൊടുക്കണം, എന്താണ് അവിടെ കാണാനുള്ളതെന്നൊക്കെ വിശദമായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാരൊന്നും മിണ്ടാത്ത ആൾക്കാരും. നമ്മൾ ഇന്നലെ വന്ന് ബാഗ് വെച്ചത് ഇവിടെയാണ്. അവിടെയാണ് സ്റ്റാച്ചു. ഇനി നമുക്ക് നേരെ അപ്പുറത്തേക്ക് പുറത്തേക്ക് കടന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് അവിടെ കുറേ ഫുഡ് കോർട്ടല്ല, തട്ടുകടകളുണ്ട്. അവിടെ പോയി നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. കൃഷ്ണ റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. അൺലിമിറ്റഡ് താലി കാനിക്കൽ ഉണ്ടോ, അൺലിമിറ്റഡ് ₹120 അൺലിമിറ്റഡ് താലി. അതാണ് ഇവിടെ ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി. ഞങ്ങൾ ഇന്നലെ വിചാരിച്ചിരുന്നത് ഓരോ ചപ്പാത്തി തരുമ്പോഴും മിക്കവാറും അതിന് എക്സ്ട്രാ പൈസ ആഡ് ചെയ്ത് വരുമെന്നാണ് വിചാരിച്ചു കേട്ടോ. പക്ഷേങ്കിൽ അൺലിമിറ്റഡ് ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഗുജറാത്തിലാണ്. പിന്നെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അൺലിമിറ്റഡ് ആണെന്നുള്ളത്. അതിൻ്റെ കൂടെ 2 കുഞ്ഞ് ചായയും പറഞ്ഞിട്ടുണ്ട്. 2 കുഞ്ഞ് ചായ. ഷെഫ് യൂണിറ്റിലേക്ക് ആളുകൾ കയറി തുടങ്ങി കേട്ടോ. കയറാനുള്ള ക്യൂ ആണത്. ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടോ. ഇപ്പോൾ ഞങ്ങൾ 10ാം നമ്പർ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഈ ബസ് സ്റ്റോപ്പിൽ ഓരോ സ്ഥലത്തും ഓരോ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണില്ല. അതെ, അവിടെ 4, അവിടെ 1, ഇവിടെയൊക്കെ പോയിന്ന് പറഞ്ഞു, ബോർഡ് പോയിന്ന് പറഞ്ഞു. ഇത് 10ാം നമ്പർ ബസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകതാ മാളിൽ പോട്ടോ. ഏകതാ മാളിൽ അവിടെ ഒരു മാളുണ്ട്. അവിടെ എന്തൊക്കെ വാങ്ങിക്കാൻ കിട്ടണമൊക്കെയാണ് പറഞ്ഞത്. നല്ല സുവനീർ. ഇന്നലെ ഒരു സുവനീർ വാങ്ങിച്ചിരുന്നു. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. ചിലപ്പോൾ ഇവിടുത്തേക്കാളും വില കുറച്ച് കിട്ടിയാലോ. ഇവിടെ 80 രൂപയ്ക്ക് ഒരു സുവനീർ വാങ്ങിച്ചത്, ഒരു മാഗ്നറ്റ്. പട്ടേൽ ജി സലാം. ഒട്ടും വിചാരിച്ചാലോട്ടോ ഇവിടെ വരുമെന്ന്. പെട്ടെന്നൊരു തോന്നൽ വന്ന് അങ്ങോട്ട് ബുക്ക് ചെയ്ത് പോകുന്നതാണ്. 1 മാസം കൊണ്ട് ഭാഗ്യം ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയത്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സ്റ്റാച്ചു. എല്ലാവരും വന്നൊന്ന് കാണണം കേട്ടോ. നമുക്ക് പറയാമല്ലോ എങ്ങനെ ഒരു സ്റ്റാച്ചു ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സ്റ്റാച്ചു കാണാൻ പോയിട്ടുണ്ടെന്ന്. ബുർജ് ഖലീഫ കാണാൻ പോയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അത് പോകണ്ടേ, ദുബായിക്ക് പോകണ്ടേ. നമ്മുടെ സ്വന്തം നാട്ടിലുള്ള സാധനമാണല്ലോ. ലോകത്തിലെ നമ്പർ 1. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കാക്കകളൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഈ ഊളകൾ ഇങ്ങനെ പറയണത് എന്താണ്, ഇവിടെ കാക്ക തൂറാനെന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. കാക്കകളൊന്നും കണ്ടില്ല കേട്ടോ. അതിലിപ്പോൾ പ്രാവുകളെ കാക്കയായിട്ട് തോന്നിയിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരൊറ്റ കാക്കേനെയും കണ്ടില്ല. ഒരു പക്ഷി അതിൻ്റെ മീതെ കയറി ഇരിക്കണേയും കാണാനുള്ള. പിന്നെ ഇങ്ങനെ തലയ്ക്ക് വെളിവിലോത്തമാരെന്തെങ്ങനെ പറയണമെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഏകതാ മാൾ ഇതുണ്ട്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോംപ്ലക്സ്. ഇത് കുട്ടികളുടെ ഉദ്ദേശിച്ചിട്ടാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ്. അതും അതിൻ്റെ തൊട്ടപ്പുറക്കണ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ഏകതാ മാൾ കേട്ടോ. മെയിനായിട്ട് ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ ഒക്കെ എഴുതിച്ചിട്ടുണ്ട്. യൂണിറ്റി ഇൻ ഹാൻഡിക്രാഫ്റ്റ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തൊട്ടിപ്പുറത്ത് തന്നെ ശ്രേഷ്ഠ ഭാരത് ഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർക്കിംഗ്, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അവിടെയായിരുന്നു നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഏകതാ മാളിൻ്റെ തൊട്ട് മുമ്പിൽ ബസ് നിർത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ. അവിടെ ഇറങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ ഇറങ്ങിയാലും ഒരു 100 മീറ്റർ നടക്കാനേ ഉള്ളൂ. പ്ലാൻ പറ്റിട്ടോ. ഇവിടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോംപ്ലക്സ് ഇവിടെ തൊട്ടടുത്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി. എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. അതിൻ്റെ അകത്ത് ഫുഡാണെന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. കയറി നോക്കിയതായിരുന്നു. ഞങ്ങളെ വീണ്ടും പ്ലാൻ മാറ്റിട്ടോ. ഏകതാ മാൾ തൊട്ടപ്പുറയാണ്. പക്ഷേ ഞങ്ങളിവിടെ ഈ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോംപ്ലക്സ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. എന്താ സംഭവം എന്ന് പറയുന്നത്, ഏതായാലും ഇവിടെ വരെ വന്നല്ലേ. ഇവിടെ മുതിർന്നവർക്കായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു ഇലക്ട്രിക് ടോയ് ട്രെയിൻ ഉണ്ട്. അത് 5 സ്റ്റേഷൻസ്, ഒരു 5 സ്റ്റേഷനുകളിലേക്ക് പോകും. അത് ഓരോ സ്റ്റേഷനിലും ഓരോ റോബോട്ടും അതിലൊരു ഗെയിം, ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഗെയിംസ് ഇൻട്രാക്റ്റ്, അത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റോബോട്ട് മാതിരി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അതുണ്ട്. പിന്നെ അതുകൂടാണ്ട് വിർച്വൽ റിയാലിറ്റി, 5D തിയേറ്റർ, ഓഗ്മെൻറ്റ് റിയാലിറ്റി, മിറർ മേസ്, ഗെയിം സോൺ, അതൊക്കെ ഉണ്ട് കേട്ടോ. കയറി നോക്കിയാലോ. രഞ്ജിനി ഇതിൻ്റെ അകത്ത് കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മോള് കണ്ടപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെ കിട്ടുമെന്ന് ഓർത്തിട്ട് ഞാൻ പോയി നോക്കട്ടെ. ഇതിൻ്റെ അത് പോയി നോക്കട്ടെ. ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചോക്കട്ടെ. അവിടെ കയറിയില്ല കേട്ടോ. ഈ വിർച്വൽ റിയാലിറ്റി, 5D തിയേറ്റർ, ഓഗ്മെൻറ്റ് റിയാലിറ്റി, ഈ സംഭവങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഇപ്പോൾ ബന്ദ് ചെയ്യുന്നു പറഞ്ഞു. അവിടെ നിന്ന് സെക്യൂരിറ്റി പുള്ളി ആദ്യം പറഞ്ഞു കേട്ടോ, ഇന്ന കാര്യങ്ങളൊക്കെ ബന്ധാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റെയിൽവേ ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ അത് മാത്രമേ ഉള്ളൂ. ട്രെയിനിൻ്റെ ആ 5 സ്റ്റേഷനിൽ ഇറങ്ങുന്നത് അത് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയില്ല. ഒരാൾക്ക് 200 കേട്ടോ അഡൽട്ടിന്, കുട്ടികൾക്ക് 125 ഇവർ ഇറങ്ങാനായിട്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിക്കാം.
ആദ്യത്തെ നമ്മൾ അവിടുന്ന് വഡോദരയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഇതാണ്, ന്യൂട്രീഷൻ പാർക്ക്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ കാണുന്നത്. ഇതാണ് മോള്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ പോയിട്ട് പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞൊരു പാലം കഴിഞ്ഞ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ ഏകതാ നഴ്സറി, പിന്നെ നർമ്മദ ആരതി, പിന്നെ തിരിച്ച് വന്നിട്ട് ഈ റോഡ് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ആദ്യം സ്റ്റാച്യു ഓഫ് യൂണിറ്റി, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജംഗിൾ സഫാരി, പിന്നെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻ, ഒരു ബസ് പാർക്കിംഗ് ആൻഡ് സ്റ്റേഷൻ. നമ്മൾ ആദ്യം പോയില്ലേ ബസ് പാർക്കിങ്, അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള മേസ് ഗാർഡൻ, പിന്നെ വാലി ഓഫ് ഫ്ലവർ, പിന്നെ ഗ്ലോ ഗാർഡൻ അത് കണ്ട്, പിന്നെ ഡാം വ്യൂ പോയിൻ്റ്, അത്രയും ഭാഗത്തേക്കുള്ള അവിടെയാണ്. അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അത് ഫസ്റ്റ് സ്റ്റോപ്പ് ഇതാണ്. ഇത് കണ്ടോ, സൈക്കിൾ ട്രാക്കുണ്ടോ, സൈക്കിൾ ട്രാക്ക്, ഓൺലി സൈക്കിൾ. അപ്പം നമ്മൾ ഏക്താ മാളിൻ്റെ മുമ്പിൽ എത്തിയിട്ടോ. ഒരു ചെറിയ മോളാണ്, അതിൻ്റെ അകത്ത് എന്താണെന്ന് കയറി നോക്കട്ടെ കേട്ടോ. നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗുജറാത്തിൻ്റെ സ്റ്റോളാണ് കേട്ടോ. ഇത് ഗുജറാത്ത്. അതിൻ്റെ തൊട്ടുപുറം കാണുന്ന ഊർബശ്രീ, അത് അസമിൻ്റെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കേരളയുടെ കേട്ടോ, കൈരളി എന്ന് പറഞ്ഞിട്ട്, കൈരളി. ഇതുണ്ടോ കൈരളിയുടെ, അതിൻ്റെ തൊട്ടപ്പുറേ ഇത് ന്യൂഡൽഹിയുടെ കേട്ടോ, ന്യൂഡൽഹി സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എംപോറിയം. അതിൻ്റെ തന്നെ ഹാൻഡ്ലൂമായിട്ട് ബന്ധപ്പെട്ട കൈത്തറി സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിൻ്റെ സ്റ്റാളിലാണ് കേട്ടോ. ഉത്തർപ്രദേശിൻ്റെ സ്റ്റാളിൽ 3150 ഇതിന് ഈ പ്രതിമയ്ക്ക്, പ്രാസിൻ്റെ പ്രതിമയ്ക്ക് 3150. പിന്നെ ഇതെന്താ സംഭവം, ഇത് 1000 രൂപ, 1008 രൂപ. അതും ബ്രാസാണ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പ്ലേറ്റ് ഉണ്ട്, ചെറിയൊരു പ്ലേറ്റ്. ഈ പ്ലേറ്റിന് വില വെറും 587 രൂപ പ്ലേറ്റിന്, കുഞ്ഞു പ്ലേറ്റിൻ്റെ വില. അതും ബ്രാസാണ് കേട്ടോ. പിന്നെ ഗ്ലാസ്സുകൾ 4000 രൂപ ഉള്ളൂ സെറ്റ്, 6 ഗ്ലാസ് 4000 രൂപ. പിന്നെ ഇവിടെ ഒരു മുത്ത് പതിപ്പിച്ച ആമയുണ്ട് കേട്ടോ, മുത്ത് പതിപ്പിച്ച ആമ. ഈ ആമയുടെ വില വെറും 830 രൂപ കേട്ടോ, 830 രൂപ. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ വില ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ വില. ഓക്കെ, ഇനിയിപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പ് കിട്ടും, 38 രൂപയുള്ളൂ കപ്പിന്. പിന്നെ ഈ ബോളിന് വില കാണുന്നില്ല കേട്ടോ, വില ഇല്ല. ഉണ്ട് 450 രൂപ ബോളിന്, അത്രേ ഉള്ളൂ. 450 രൂപ ബോളിന് 450 രൂപ, കപ്പ് 38 രൂപ. പിന്നെ ഇതെന്താ സംഭവം, ഇത് ഉപ്പുപാത്രം 41 രൂപ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ട് പോയാലോ. ഏതായാലും UP വരെ വന്നല്ലേ. ഇത് കപ്പാണ്, ഇത് 56 രൂപ. പൊട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, ഉടഞ്ഞു പോകും, ബ്രേക്ക് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട്. ബാഗിലിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം മറ്റേ മണ്ണിൻ്റെയാണ്. ഞാനുണ്ടല്ലോ ഒരു വിളക്ക് വാങ്ങിച്ചു കേട്ടോ, വിളക്ക് 147 രൂപ. വിളക്കിൻ്റെ വലിപ്പം കണ്ടോ, ഇത് ഒരെണ്ണം വാങ്ങിച്ചു. ഏതായാലും UP വരെ വന്നതല്ലേ, ഒരെണ്ണം വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയില്ല കാണാൻ. എന്താ കുറേ ഇരിപ്പുണ്ട് കേട്ടോ, 200, 300, 400 ഒക്കെ വരാം അതിൻ്റെ വില. അതിൻ്റെ അകത്തേക്ക് ഉള്ളതിലൊക്കെ വെച്ച് ഏറ്റവും ചെറുതാട്ടോ ഞാനെടുത്ത്. ഈ ബാഗ് കണ്ടോ, 185 രൂപ കേട്ടോ. ഈ ഒരു ബാഗിന് 185 രൂപ. ഒരൊറ്റ സിബുണ്ട്, ഒരു കള്ളിയുണ്ട്, 2 കള്ളിയുണ്ട് ഇതിനും ഏകദേശം ആ വില തന്നെ ഉണ്ട്. ഇത് എത്ര രൂപ, ഇത് 231 രൂപ ഈ ബാഗിന്. ഇത് 2 എണ്ണം ഉണ്ട്. ഇതൊക്കെയാണ് ഐറ്റംസ്. ഇതെന്താ സംഭവം, 267 രൂപ ഒരു മീൻ കഷ്ണത്തിന്. മരം തോന്നിട്ടത്, മരം. അതന്നെ മരം. ഇത് നോക്ക്, എനിക്ക് പറ്റിയ സാധനങ്ങൾ കുറേ ഉണ്ട്. സെയിൽ വാസ് 1999, നൗ 999. ജൂത്തി ചെരുപ്പുകളാണ് കേട്ടോ, ലേഡീസിൻ്റെ. നല്ല തിളങ്ങണ ചെരുപ്പുകളാണ് കേട്ടോ, നല്ല തിളങ്ങണ. 999 രൂപ ഉള്ളൂ. ഇത് 500 രൂപ ഉള്ളൂ കേട്ടോ, 500 രൂപയുടെ ചെരുപ്പ്. ഇത് 500 രൂപയ്ക്കുള്ള ചെരുപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ശരി, അതെ, നല്ല തിളക്കം. പക്ഷേ വെള്ളത്തിലിട്ടാൽ പോയി കാണും. 500 രൂപയ്ക്കുള്ളത് ഉണ്ട്, വർത്ത് തോന്നുന്നുണ്ട് കണ്ടിട്ട്.
കാശ്മീരിൻ്റെ സ്റ്റോണിലെത്തി. ഇതെന്താ ഷിക്കാര ഇതിൻ്റെ വിലയൊന്നും എഴുതിട്ടോ. ഇതെന്താ വള ഉണ്ടോ, കാശ്മീരി വള. എല്ലാം ഉടനുണ്ട്, ഇവിടെ ഉള്ളത് മൊത്തം ഉടന, ഇതെല്ലാം ഉടന. ഇതൊക്കെ ഉടന. തൊട്ടപ്പുറം ഗുജറാത്തിൽ കയറിയപ്പോൾ എല്ലാം പൊട്ടണത് പറഞ്ഞു. ഇത് കാശ്മീരി കയറിയപ്പോഴല്ലോ എല്ലാം ഉടന്. ഇത് ഉടൻ മണി. കാശ്മീരി ഫർണിച്ചർ. ഇത് പ്ലേറ്റാണോ? ഹെവി പ്ലേറ്റ്. സ്റ്റൂള്, ടേബിള്, ജാക്കറ്റ്, കാശ്മീരി ജാക്കറ്റ്. എന്നാ വില നോക്കട്ടെ കേട്ടോ. 4000 രൂപ, 4300 രൂപ കാശ്മീരി ജാക്കറ്റ്. ബാഗ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ബാഗ് 800 രൂപ ആണ് സംഭവം. 800 രൂപ. ആർട്ട് ഷോ ഇതൊക്കെ 800, 1000 ആ റേഞ്ചിൽ തന്നെ സാധനങ്ങളാണ് കേട്ടോ. ഒരു കുഞ്ഞ് പേഴ്സ് ഇട്ടുണ്ട്, കുഞ്ഞ് പേഴ്സ്. അതിൻ്റെ വില ഇതിൽ കാണുന്നില്ല. ഇത് 550 രൂപ കേട്ടോ. ധോളി 550 രൂപ. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കണ്ടല്ലോ, ഒരു 5000 രൂപയെങ്കിലും ആവും. ഖാദി ഭവൻ്റെ സ്റ്റോളുണ്ട്. ഖാദി ഭവൻ 3499 രൂപ. യോർക്കോട്ട് ചീപ്പ് റേറ്റ്. ഇത് 1600 രൂപ കേട്ടോ. 1600 രൂപയുടെ കോട്ടാണ്. 1700 രൂപയുടെ ചുരിദാർ. 1000 രൂപയുടെ ഷർട്ട്. പിന്നെ ഇവിടെ ഖാദി ബ്ലാക്ക് മെഹന്തി. ഇതെന്താ സംഭവം? ഖാദിയുടെ സോപ്പ്. ഇതിനൊക്കെ അവിടെയും കിട്ടും കേട്ടോ. റിലയൻസിൻ്റെ മാർക്കറ്റിലൊക്കെ കിട്ടും ഇത്. അല്ല, ഇത് രഞ്ജിനി ഓൺലൈനിൽ വാങ്ങിക്കാറുള്ള സാധനമല്ലേ ഇത്? ഖാദിയുടെ 200 രൂപ. ഓൺലൈനിൽ എത്രയാവും ഇത്? ഖാദി ആയുർവേദിക് നീം ആൻഡ് തുളസി ഹെയർ ക്ലെൻസർ. ഒരു ഫേസ് വാഷ് ഉണ്ട്. എത്ര? 200 ml 190 രൂപ ഫേസ് വാഷ്. ഇത് ധൂപ്പാട്ടോ, ധൂപ്പ്. പോക്കണ സാധനം എന്തുവാണ്? പോക്കണ സാധനത്തിനുള്ള ധൂപ്പ് എന്ന് പറയണത് 75 രൂപ. പ്രീമിയം കപ്പ് ധൂപ്പ്. ഇതൊക്കെ ധൂപ്പ്, ചന്ദനത്തിരി, ഇൻസെൻസ് അതൊക്കെയാണ് കേട്ടോ. ഇൻസെൻസ് സ്റ്റിക്ക്, ഖാദി ആൻഡ് ഇതെന്താ സംഭവം? ഗുഗാൽ ധൂപ്പ്. ഇതൊക്കെ ധൂപ്പാണ് കേട്ടോ. ധൂപ്പ് പുകയ്ക്കണ സാധനങ്ങൾ ഇതെല്ലാം. ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഡെൻറ്റ് രത്തൻ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. ഇതും ഒരു ധൂപ്പാണ്. ഓൺലൈനിൽ വെച്ച് എനിക്ക് എടുക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് തോന്നിയത് ഇതാണ്. ഇതിന് 40 രൂപ കേട്ടോ. 40 രൂപ. കോൺ ധൂപ്പ്. കോൺ മാതിരി ഇരിക്കുന്ന സംഭവം. അത് ഈ പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ കത്തിക്കും, അപ്പോൾ പുക വരും. സ്പെഷ്യൽ കോൺ ജയശ്രീ ഗ്രാമോദ്യോഗ് 40 രൂപ. ഞങ്ങൾ കേരളത്തിൻ്റെ സ്റ്റാളിൽ വന്നിട്ട്, കേരളത്തിൻ്റെ സ്റ്റാളിൽ അവിടുത്തെ ചന്ദനത്തിരിക്ക് ഇത് കറുത്തതുണ്ട്. അത് 160 രൂപ പറഞ്ഞു. ഇത് മഞ്ഞ, ഇത് വേറെ എന്തോ. ഇത് എത്രയാണെന്ന് ചോദിച്ചു നോക്കണം. പല വലുപ്പത്തിലുള്ള ആന. ഇതിൻ്റെ എന്താ പറയണേന്? ആനപ്പട്ടോ, നെറ്റിപ്പട്ടങ്ങളുണ്ട്. നെറ്റിപ്പട്ടങ്ങൾ, കൊമ്പുള്ള നെറ്റിപ്പട്ടം, തുമ്പിക്കൈയുള്ള നെറ്റിപ്പട്ടം. അല്ല, ഞങ്ങളിന്ന് പോവും. ഇന്നലെ വന്നതാ. ചേട്ടൻ മലയാളിയാണ്. ഇതെന്താ സംഭവം? ശംഖ് കീ ചെയിൻ. 75 രൂപ. അത് 50. ഇത് 75 75 രൂപ. ഇതൊരു ഗിഫ്റ്റിംഗ് പർപ്പസ് ആണ്. വേണം, അതിനാണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ആരും ഇല്ല. ഇത് റെഡ് സാൻഡൽ പൗഡറോ? രക്തചന്ദ്ര. ഇത് എന്തുപോലെ വേണ്ടത്? 50 ഗ്രാം. 10317. 139. രക്തചന്ദ്രം. ഓക്കെ. ഇതിൻ്റെ ഇത് വൈറ്റ്. ഇത് 8 mm. ഇത് 7 mm. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും നമ്മുടെ കരിങ്കാലി. ഇത് എന്താവശ്യത്തിന് ഉപയോഗിക്കണേ? ജസ്റ്റ് പൂജാ സാധനങ്ങളാണ്, പൂജയ്ക്ക്. എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇതൊരു
ഒരു പോസിറ്റീവ്നെസ് കിട്ടാൻ വേണ്ടിയാണ് മാറാൻ വേണ്ടിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ വെച്ച് നോക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് എന്ത് വില വന്നതാ? ഇത് എൻ്റെ വില വന്നിരിക്കുന്നത് 1363. 1363. 1000 രൂപ വരും. 1000. ആക്ച്വലി ഇതിന്റെ ഇവിടെ ഐറ്റം എല്ലാം ഒറിജിനലാണ്. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതെന്താന്ന് ഇത് പറയുന്ന വെച്ചാൽ ഇത് നമുക്ക് പോസിറ്റീവ്നെസ് മാറാൻ ഓക്കെ. ചന്ദനത്തിരി വാങ്ങിച്ചിട്ടോ. ഇത് ചെമ്പകത്തിൻ്റെ, അത് സാധാ ചന്ദനത്തിരി. 160 രൂപ കേട്ടോ. ഇത് TFM 80%. അപ്പം ഇതിന്റെ ക്വാളിറ്റി ബെസ്റ്റ് ആണ്. ഇത് എന്ത് വില വന്നത്? അത് ഇത് 235 rupees. അത് എത്ര ഗ്രാം ഉണ്ട്? അത് 100 സോപ്പോ? അപ്പോൾ ചെറിയ സോപ്പുകളാ? 3 സോപ്പെന്ന് പറഞ്ഞേ, ഞാൻ കേട്ടത് 100. ഓക്കെ. അപ്പോൾ ഒരു സോപ്പ് ഏകദേശം 100 രൂപയുടെ അടുത്ത് വരും. ഇത് നല്ല ഇവിടെ കുറേ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ അടുത്ത 2 ദിവസം അത് ശരി. നമുക്ക് പിന്നെ വരുന്നതായി ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നത്. ഇതിൽ മേക്കിംഗ് ഒക്കെ ഇതിന്റെ പ്രോസസ്സ് ഉണ്ട്. यानी कि टेस्ट के बाद तक जा सकोगे। और तीसरी टिकट है 1030 रुपये की, जो कि एक्सप्रेस एंट्री टिकट रहेगी, जिसके अंदर आपको स्टैच्यू ऑफ यूनिटी के व्यूइंग गैलरी में जाने के लिए किसी तरह के लाइन में खड़े रहने की जरूरत नहीं होगी, आप डायरेक्टली एंट्री ले सकोगे। स्टैच्यू ऑफ यूनिटी के अंदर खाने पीने की चीज़ें अलाउड नहीं है। अगर साथ में छोटा बेबी है तो बेबी फूड ഒരാൾ ഒറ്റയ്ക്ക് വണ്ടിയിലിരിക്കുന്നു കേട്ടോ. ഗാർബേജ് ടെക്കറിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. ആരെയും കാണുന്നില്ല. എന്താ സന്തോഷം നോക്കിയാക്ക്. ഇവിടെ ഉണ്ടല്ലോ അമൂലിൻ്റെ ഒരു സ്റ്റോൾ കേട്ടോ. അമൂലിൻ്റെ ഒരു സ്റ്റാള്. അവിടുന്ന് ഞാൻ ഒരു പഫ്സ് ഉണ്ട്. എന്ത് പഫ്സാന്ന് എനിക്ക് മനസ്സിലായിരുന്നത് പറഞ്ഞു. ഒരു കോഫി പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. 150 രൂപ. കോഫിക്ക് 47 രൂപ, ഐസ്ക്രീം 48 രൂപ. വീണ്ടും പട്ടേൽജിയുടെ അടുത്ത് എത്തിയിട്ടോ. കാക്ടസ് ഗാർഡൻ കാണുന്നോർത്ത് പോയി. അവിടെ ചെന്നപ്പോൾ കാക്ടസ് ഗാർഡൻ കണ്ടു, ഗേറ്റ് കണ്ടു. പിന്നെ അപ്പോഴേക്കും പ്ലാൻ മാറ്റി ഏകതാ മാളിലേക്ക് പോകണമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് കാക്ടസ് ഗാർഡനിലേക്ക് വന്നില്ല, നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ഇനി ഇവിടുന്ന് വീണ്ടും അങ്ങോട്ടേക്ക് പോകണം. ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ബസ്. അത് ഇങ്ങനെ നമ്മൾ ഇനി അവിടെ നിന്ന് നേരെ ഏകതാ മാളിൽ നിന്ന് തിരിച്ച് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് 10ാം നമ്പറിൽ വീണ്ടും പോകണം. അവിടെ നിന്ന് വീണ്ടും കാക്ടസ് ഗാർഡനിലേക്ക് പോകണം. അങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലൂടെ ഒരു തൊപ്പി വാങ്ങിച്ചിട്ടോ. 100 രൂപ. കാക്ടസ് ഗാർഡൻ ഇവിടെ ബസ് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടോ. നമ്മളെ ബസ് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തു. ഇനി ഇവിടുന്ന് കാക്ടസ് ഗാർഡൻ കാണാനായിട്ട് ഈ കുഞ്ഞു വണ്ടിയിലാട്ടോ പോകണ്ടേ. ഞങ്ങൾ 4 ആളുള്ളൂ. ഞങ്ങൾക്ക് 4 ആൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ബസ് ഓടാൻ പോണത്. മോടി കാക്ടസ് ഗാർഡനിലേക്ക് വലിയ വണ്ടി പോകില്ല, അതുകൊണ്ടാണ് ഈ കുഞ്ഞു വണ്ടി കേട്ടോ. ഇതും ഫ്രീ ആണ്, ഇതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. ഇത് നമ്മുടെ കാക്ടസ് ഗാർഡനിൽ ഡ്രോപ്പ് ചെയ്യും. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് കേട്ടോ. രണ്ടും കാണാം. നമ്മൾ കാക്ടസ് ഗാർഡൻ എന്തിട്ടോ, കാക്ടസ് മുൾച്ചെടി ഗാർഡൻ കണ്ടോ. അതിൻ്റെ എൻട്രൻസ് ഉണ്ട്, നല്ല രസമല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ കണ്ടോ കാക്ടസ് ട്രയൽ എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ 2 ഞാൻ തോന്നുന്നു. എൻട്രി ടിക്കറ്റ് മിക്കവാറും ഓൺലൈനായിട്ട് എടുക്കേണ്ടി വരും. ചോദിച്ചു നോക്കാം. ക്യാഷ് കൊടുക്കുമെങ്കിൽ എളുപ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാൻ OTP അങ്ങനെ കുറേ താമസമുണ്ട്. അതിന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. സർവത്ര സംഭവം അതിൻ്റെ അകത്ത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ചോദിച്ചു കേട്ടോ ഓൺലൈൻ അല്ലാണ്ട് ഓഫ്ലൈൻ ഉണ്ടോ എന്ന്. ഇല്ല, ഓഫ്ലൈൻ ഇല്ല, ഓൺലൈൻ കാരണക്കായി. കാക്ടസ് ഗാർഡനിൽ എൻ്റർ ചെയ്തു. അവിടെ മോദി ഇരിപ്പുണ്ട് കേട്ടോ. മോദി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ ഇതെന്താ, വെൽക്കം ടു സുസാഗർ. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. അതെ, അവിടെ അങ്ങോട്ടേക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നേരെ പോയ ബട്ടർഫ്ലൈ ഗാർഡൻ. പിന്നെ ഇത് കാക്ടസ് ഗാർഡൻ കേട്ടോ. കാക്ടസ് എന്ന് പറഞ്ഞാൽ മുൾച്ചെടി. ഇതാണ്, ഇതെല്ലാം മുൾച്ചെടിയാണ്. ഒറിജിനൽ മുൾച്ചെടിയാണ് കേട്ടോ. ഇത് മുൾച്ചെടിയാണ് കേട്ടോ. മുൾച്ചെടിയും കള്ളിച്ചെടിയും ഒന്നും തന്നെയാണോ? എന്താ അങ്ങനെ? കള്ളിച്ചെടി എന്ന് പറഞ്ഞാൽ മറ്റേ പച്ച സാധനമല്ലേ? ഇത് മരം മാതിരിയുള്ള സാധനമല്ലേ? ഇതിൽ ഫ്ലവർ ഉണ്ട്, മറ്റേ വലുതിൽ ഫ്ലവർ ഇല്ല. അത് എന്താണ്ട് ഈന്തപ്പന മാതിരി ഇരിപ്പുണ്ട്.
ഇവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. അതായത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തിരി താമസമാവും. ഒത്തിരി താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് OTP വരണം, 2 തവണ OTP വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്തപ്പോൾ വെയിറ്റിംഗ് ഫോർ കൺഫർമേഷനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ UPIയുടെ അത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ച് കഴിഞ്ഞപ്പോൾ കയറി പോയിക്കോളാൻ പറഞ്ഞു. ഇനി തിരിച്ച് പോകുമ്പോഴത്തേക്കും ഇമെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ടിക്കറ്റ് ഒന്ന് കാണിച്ച് സ്കാൻ ചെയ്ത് ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞിട്ട്. ഇതെന്താ ഉരുണ്ട കള്ളിച്ചെടി, ഉരുണ്ട കാക്ടസ്. ഇത് അവിടെ കണ്ടോ, ഇത് വലിപ്പം ഉണ്ടോ, നല്ല വലിപ്പമുണ്ട്, 3-4 ആൾ പൊക്കം ഉണ്ട് അതിന്. ഇത് ഫ്ലവർ ഉള്ളത്, നല്ല രസമുണ്ട് കേട്ടോ ഫ്ലവർ കാണാനായിട്ട്, നല്ല അടിപൊളി ഫ്ലവർ. പക്ഷേ ഇതിൻ്റെ അകത്ത് മുള്ള് കാണുന്നില്ല കേട്ടോ, ഇതിൻ്റെ അകത്ത് മുള്ളില്ല. ഇത് കാക്ടസ് അല്ല, ഇതിൻ്റെ അകത്ത് മുള്ളില്ല. നോക്കട്ടെ അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. അവിടെ എന്തോ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ. ഇത് ഓഫാണ്. ഇതണ്ട എൻട്രൻസ്. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതാന്ന് പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ആണോ അറിഞ്ഞൂടാ, കയറി നോക്കാം. സോളാറുണ്ട് കേട്ടോ, അവിടെ സോളാർ വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെടിയാ? ഇത് കള്ളിമുൾച്ചെടിയല്ല, പക്ഷേ ഇത് കള്ളിമുൾച്ചെടിയാണ്. പിന്നെ ഇതെന്താ സംഭവം? ഇതിൽ മുള്ളുണ്ടോ? മുള്ളായിട്ടൊന്നുമില്ല, മുള്ളില്ല. പക്ഷേ എന്താണ്ട നല്ല കട്ടിയാവും. ഇതിനകത്ത് മുറിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും. വെള്ളം ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, ഒരുപാട് വെള്ളം കുടിച്ച് തടിച്ചിരിക്കുക സംഭവം. നല്ല സെറ്റപ്പല്ല, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വേറെ ടൈപ്പ് കാക്ടസ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ സ്ഥിരം കാണുന്ന ടൈപ്പ് ഇങ്ങനത്തെയാണ് കേട്ടോ. ഇതല്ല, ഇതാണ് നമ്മൾ സ്ഥിരം കാണാറുള്ള ടൈപ്പ് സാധനം. ഇത് ഫോണിൽ നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നില്ല, അതൊരു പ്രശ്നം. കണ്ടോ, നോക്കിക്കോ ഈ സംഭവം കൊണ്ട വലുതാണ്ടോ, അത് നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ അവിടെ ഒരു വലിയ കള്ളിച്ചെടി ഇട്ടോ, കള്ളിച്ചെടി അല്ല, കാക്ടസ്. കള്ളി മുള്ളൊന്നുമല്ല, ജസ്റ്റ് കാക്ടസ്. കേട്ടോ എന്താ വലിപ്പം നോക്കി. അങ്ങ് മുകളിൽ റൂഫ് ടോപ്പിൽ വരെ എത്തിയിട്ടുണ്ട് സംഭവം. വെള്ളം കുടിച്ച് തടിച്ചിരിക്കുക, അതിൻ്റെ അത് നിറച്ച് വെള്ളമായിരിക്കും. ഇതിൻ്റെ വേറൊരു സംഭവം, ഇതും വെറൈറ്റിയാണ്. പിന്നെ പൂവുള്ള കാക്ടസ്, ഇത് വള്ളിപ്പടർപ്പ് കാക്ടസ്. ഇത് യൂഫോർബിയ ടാബ്ലറ്റ്സ്. പക്ഷേ കാക്ടസ് പേരും മറന്നുപോയി. നമ്മൾ ഇത്ര നേരം കണ്ട കാഴ്ച ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നടന്നു കേട്ടോ. ഇനി അപ്പുറത്തേക്ക് കുറേ ഉണ്ട്, അങ്ങോട്ടേക്ക് കുറേ ഉണ്ട്, പോയി കാണട്ടെ. ഇനി ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാലും കാണാം നമുക്ക് സർദാർജീനെ കണ്ടപ്പോൾ. നമുക്ക് പറഞ്ഞില്ല, ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു പാലം പണിയാണെങ്കിൽ, അല്ലെങ്കിൽ ഡാം കടന്ന് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അതാണ് ഈ ഗാർഡൻ കേട്ടോ, കാക്ടസ് ഗാർഡൻ. ഡാം കടന്ന് നേരെ ഇപ്പുറത്തേക്ക് വന്നു. എന്താ കണ്ടോ, ഞാനിപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് കയറി അതാണ് എൻ്റെ എൻട്രൻസ്. അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നു, നേരെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു മതിലുണ്ട്. ആ മതിൽ കഴിഞ്ഞിട്ട് ക്യാമറ ഇപ്പുറത്തേക്ക് തിരുമ്മി കണ്ടോ, അതാണ് സർദാർ സരോവർ ഡാം. നമ്മൾ ഡാം വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ പോയത് കേട്ടോ കുറച്ച് മുമ്പ്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേലിനെ കണ്ടു. അതിൻ്റെ അപ്പുറം ഒരു പാലമുണ്ട്, ആ പാലം വഴി കറങ്ങി തിരിഞ്ഞ് നേരെ 6 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. മൊത്തം ഒരു 12 കിലോമീറ്റർ. അവിടെ നിന്ന് കാണാനൊക്കെ ഡാം വ്യൂ പോയിന്റിൽ നിന്ന് കാണാനൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ഡാം കാണാൻ പറ്റും. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടും കുറച്ചുകൂടെ വൃത്തിയായിട്ടും കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാക്ടസ് ഗാർഡനിൽ നിന്ന്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ.
നല്ല തണുപ്പുള്ള നല്ലൊരു ശീതളക്കാറ്റ്. എന്താ നിൽക്കണു സർദാർ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. സെൽഫി പോയിൻ്റ് ഞാൻ അവിടെ നിന്നൊരു സെൽഫി എടുത്തതാണ്. ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഇത് കണ്ടോ, കുറച്ചും കൂടെ ഡാമിനോട് ചേർന്ന് വന്നു കേട്ടോ. ഇനി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് നടക്കാം. കുറച്ച് മറ്റേ വ്യൂ പോയിൻറ്റിൻ്റെക്കാളും കുറച്ചും കൂടെ അടുത്ത് നമുക്ക് ഡാം കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. അവിടെ അല്ല കേട്ടോ, അവിടെ മാത്രമല്ല കേട്ടോ, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടെ കയറി വന്നപ്പോൾ അവിടെ മെഡിക്കൽ ഹെർബൽ പ്രൊഡക്ട്സ് ഓഫ് കാക്ടസ് ആൻഡ് സുവനീർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഗ്ലാമർ വയ്ക്കാൻ വേണ്ടി. അയ്യോ, ഇതൊന്നും ആരും കാണുന്നില്ല. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞില്ല. ഇനി ഇത് അങ്ങോട്ടത്തെ ഡാമിൻ്റെ അറ്റം വരെ, ഡാം വരെ ഉണ്ട് ഇത് അങ്ങോട്ടേക്ക് വഴി. വളരെ കുറച്ച് ആൾക്കാരായിട്ട് അങ്ങോട്ടേക്ക് പോകണുള്ളൂ. ആളുകളെ ഒന്നും കാണില്ല. ഡാമിനോട് ചേർന്ന് പോകാം നമുക്ക്. അവിടെ വലു വാങ്ങിക്കാൻ ചെന്നിട്ട് കിട്ടിയില്ല കേട്ടോ. സംഭവം ക്ലോസ് ചെയ്തിട്ടേക്കാം. ഈ കാക്ടസ് കണ്ടോ, നല്ല ഇരുമ്പിൻ്റെ കാക്ടസ്. നന്നായിട്ട് കളർ കൊടുത്ത് എന്താ പച്ച കളർ, മഞ്ഞ കളർ, പിന്നെ ഓറഞ്ച് കളർ. പിന്നെ ഇത് ഒറിജിനൽ കാക്ടസ് ആട്ടോ, പഴുത്ത. അതാണ് മഞ്ഞ കളർ വന്നേക്കണേ. ഇവിടെയും ഒരു ഇവിടെ ഒരു കാക്ടസ് ഉണ്ട് കേട്ടോ. നിനക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു കാക്ടസ് ഉണ്ട്, ഗോൾഡൻ കാക്ടസ് എടുത്തു. ഇനി അവിടെ ബോഗൻവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകണം കുറച്ച്, ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് ഇനി പോയാലാണ് ഡാം എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തൊട്ടടുത്ത് നിന്നുള്ള നമ്മൾ ഡാം അല്ലല്ല വ്യൂ പോയിൻ്റ് അവിടെയൊന്നും അല്ല കേട്ടോ. ഒരു സെക്കൻഡേ, വെറുതെ അല്ല ഞാൻ വിചാരിച്ചേ. ഇതേ അവിടെ ദൂരെ കണ്ട് അങ്ങ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ അവിടെ അത്രയും ദൂരെയായിരുന്നു ഡാമിൻ്റെ വ്യൂ പോയിൻ്റ്. അതിനേക്കാളൊക്കെ ഒരുപാട് അടുത്തേക്ക് വന്നു നമ്മൾ ഇവിടെ കാക്ടസ് ഗാർഡനിൽ വന്നപ്പോൾ. കണ്ടോ, ഈ ഡാമിൻ്റെ തൊട്ടടുത്ത് വരെ പോകാൻ പറ്റും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. സമയമുണ്ടോയെന്ന് അറിഞ്ഞൂടെ, നോക്കട്ടെ. ഇവിടെ ഉണ്ടോ, നൈറ്റ് വരാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. കണ്ടോ, ലൈറ്റൊക്കെ വെച്ചാലുണ്ടോ. അവിടെ പനയുണ്ട്, പന. ഈ പനയും കാക്ടസാണോ ഇനി അറിഞ്ഞൂടാ. നല്ല ഭംഗിയായിരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട്. നോക്കി ലൈറ്റ് വെച്ചേക്കണൊക്കെ ഒരു റോ, പിന്നെ തൊട്ടപ്പുറത്തായിട്ട് 2 റോ, പിന്നെ അവിടെ 3 റോ, പിന്നെ അതിൻ്റെ മീതെ 4 റോ. അങ്ങറ്റത്ത് മൊത്തം ഇങ്ങനെ ചുറ്റും ലൈറ്റ് വെച്ചേക്കുക. കാക്ടസ് ഗാർഡൻ മുഴുവൻ കാണാനായിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. നന്നായിട്ട് നടക്കാൻ അറിയാവുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഒത്തിരി നടക്കാനുണ്ട്. അതെ, ഇരിക്കാതെ ഇതുപോലെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വരരുത്. നടക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം വരിക. എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം വരിക. ഒരുപാട് നടന്ന് പറ്റില്ലാണ്ടായി അവർക്ക് ഇവിടെ ഒരു വിശ്രമശാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബെഞ്ച്, നമുക്ക് ചുറ്റും ഇരുന്ന് വർത്താനം പറഞ്ഞ് കുറേ നേരം അവിടെ ഇരിക്കാം. ഇവിടം വരെ ഉള്ളൂ കേട്ടോ. കണ്ടോ, അത് അവിടെ ഗേറ്റ് ഉണ്ട്, അത് ക്ലോസ് ആണ്. ഇത് ഇത്ര ഏരിയ ഉള്ളൂ. നമുക്ക് ഡാമിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഡാമിനോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. പോകാൻ പറ്റില്ല. ഇവിടം വരെ ഉള്ളൂ, തീർന്നു കേട്ടോ കാക്ടസ് ഗാർഡൻ. നിൽക്കണം വല്ലഭായ് പട്ടേൽ, ഉരുക്ക് മനുഷ്യൻ. എവിടെ നോക്കിയാലും കാണാം നമുക്ക് അദ്ദേഹത്തിനെ. അങ്ങനെ കാക്ടസ് ഗാർഡൻ ഞങ്ങൾ ഏതാണ്ട് നടന്ന് തീർത്തു. ഇനി തിരിച്ച് പോവാണേ. ഇനി തിരിച്ച് ബട്ടർഫ്ലൈ ഗാർഡൻ കയറിയില്ലല്ലോ, അവിടെ പോകാനുണ്ട്. ഇത് ഈ കണ്ടോ, ഈ എന്തുട്ടാണ്, യെസ് അല്ല ഞാൻ അങ്ങനെയല്ല. ഈ കാക്ടസ്, ഇതെന്ത് കാക്ടസാന്ന് അറിയാമോ? അതെ, കമൻറ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ പറയാം. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ ഒരു വലിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു രൂപം അവിടെ എവിടെയോ കണ്ടു. ഞാൻ ബസ്സിൽ പറഞ്ഞ വഴിക്ക് എവിടെയോ കണ്ടായിരുന്നു. അത് ഓപ്പോസിറ്റ് സൈഡാണെന്ന് പറഞ്ഞു. ശരിയാ, ദൈവമേ ഇത് നടന്ന് തീരൂല കേട്ടോ. ഒരുപാടുണ്ട്, ഒരുപാട്. ഇനി ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയ ഇത് ഉണ്ടാക്കി വെച്ചേക്കണത്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയി. ഡൈനോ റെയിൽ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ അവിടെ ഡാം വ്യൂ പോയിൻ്റ് ഇല്ലേ, അതിനോട് ചേർന്ന് ഒരു 3 വലിയ ദിനോസോറിനെ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വിട്ടുപോയി. അവിടെ നന്ദു. ബട്ടർഫ്ലൈ ഗാർഡൻ എൻട്രൻസ് ആണ് കേട്ടോ അത്. ബട്ടർഫ്ലൈ ഗാർഡനും പിന്നെ കാക്ടസും കൂടി 100 രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. പിന്നെ രണ്ടും ഒരുമിച്ച് ഒരു സ്ഥലത്ത് അടക്കണം കേട്ടോ. സെൽഫി പോയിൻ്റ് ഉണ്ടോ, അതിൻ്റെ ആ ബട്ടർഫ്ലൈയുടെ പുറകിൽ അതിൻ്റെ ഉള്ളിൽ മുഖം വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. സെൽഫി പോയിൻ്റ്. ബട്ടർഫ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബട്ടർഫ്ലൈ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ബട്ടർഫ്ലൈ ഒന്നും കാണില്ലേ. ഇങ്ങനത്തെ കുറേ ബട്ടർഫ്ലൈകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇഷ്ടംപോലെ പൂക്കൾ. അതെ, ചെത്തിപ്പൂ ഉള്ളത്. ഇത് കണ്ടോ, ചെത്തിപ്പൂ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ചെത്തിപ്പൂ. ഇത് മൊത്തം ചെത്തിപ്പൂവാണ്.
ഇതിൽ ബട്ടർഫ്ലൈ ഗാർഡനിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ ഒന്നുമില്ല ഈ കാഴ്ചയല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാഴ്ചയില്ല. ഇടയ്ക്കിടയ്ക്ക് ബട്ടർഫ്ലൈ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൃത്രിമമായിട്ട്. അതല്ലാതെ ഒറിജിനൽ ബട്ടർഫ്ലൈയും ഫ്ലവേഴ്സും ഒന്നുമില്ല. കഴിഞ്ഞിട്ട് ഇത് ഇവിടം വരെ ഉള്ളൂ എൻഡ് പോയിന്റ്. നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു നന്ദിയുണ്ട്, പിന്നെ ഇത് കൂർമ്മം ആമയില്ലേ ആമ, പിന്നെ ശിവലിംഗം, ഒരു ശൂലമുണ്ട്. പിന്നെ അത് കണ്ടോ അവിടെ നിന്ന് തുള്ളി തുള്ളിയായിട്ട് കുറച്ച് തുള്ളി തുള്ളിയായിട്ട് ശിവലിംഗത്തിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കുക, ശിവനെ ധാര നടത്തിക്കൊണ്ടിരിക്കുക. കുട്ടികൾ കുറെ വന്നിട്ടുണ്ട് കേട്ടോ, കുട്ടികൾ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്. അതിന്റെ ഒച്ചപ്പാടെ കേൾക്കണേ. ഞങ്ങൾ അപ്പുറം കാക്ടസ് ഗാർഡൻ കണ്ടിട്ട് നേരെ തൊട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള കാക്ടസ് ട്രെയിലിന് ഇതും പറഞ്ഞ് എഴുതിയിട്ടുള്ള അവിടേക്ക് വന്നിട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇവിടെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടേക്ക് ആരും വരണ കാണില്ല. ഇത് ബൊട്ടാനിക്കൽ ഗാർഡൻ മാതിരി എന്തോ കാക്ടസ് ബൊട്ടാനിക്കൽ ഗാർഡൻ മാതിരി ഓരോന്നിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ആരെയും കാണുന്നില്ല, സെക്യൂരിറ്റികളും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണില്ല, ഞങ്ങൾ തിരിച്ചു പോവുക. ഇത് കണ്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം. പക്ഷേങ്കിൽ ആരും ഇങ്ങോട്ടേക്ക് കയറി പറഞ്ഞാൽ കാണില്ല. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പോകണില്ല, ഞങ്ങളിത് ഇറങ്ങി പോവുക. നല്ല ഭംഗിയുണ്ട്, കാക്ടസ് ഗാർഡനേക്കാളും ഭംഗിയുണ്ട് ഇവിടുത്തെ ഇത് കാണാനായിട്ടുണ്ടോ. വഴി കണ്ടോ, ടൈലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് മഡാണ്. ഒരു പണി അതിനിപ്പോൾ ഹോട്ടലിൻ്റെ അടുത്തൊരു ഏകത നേഴ്സറി ഉണ്ട്, അവിടെ എങ്ങനെ ഒന്ന് കയറിയിട്ട് നമുക്ക് തിരിച്ച് റൂമിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് വടോദരയ്ക്ക് പോകും. 9 മണിക്കാണ് ലാസ്റ്റ് ട്രെയിൻ എന്നാണ് പറഞ്ഞത്. റിസ്ക് എടുക്കാൻ പറ്റില്ല, അതിനും ഏതെങ്കിലും ബസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ബസ്സിൽ കയറി പോകാം വടോദരയ്ക്ക്. ഇനി ബസ്സുകളെല്ലാം പോയിട്ട് അതിന് പുതിയത് വന്നിട്ട് വേണം. ഒരു പിങ്കോ ഓട്ടോ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ആരോ വിളിച്ചിട്ട് വന്നേക്കണേ. കാക്ടസ് ട്രെയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ, പക്ഷേങ്കിൽ ആരുമില്ല അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇത് കാക്ടസ് ഗാർഡൻ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഗാർഡൻ. ഓക്കെ, കാക്ടസ് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലത്തേക്ക് ഏകത നഴ്സറിയിലൊന്ന് പോയി നോക്കാം. നഴ്സറിയുടെ സമയം 5 മണിക്ക് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നില്ല, ഞങ്ങൾ നേരെ ഹോം സ്റ്റേയിലേക്ക് പോകണം. ഏകത നഴ്സറി ഏകദേശം അവിടെയായിട്ട് വരും, ആ ഭാഗത്തായിട്ട് വരും. പിന്നെ നർമ്മദാരതി തൊട്ടുപ്രാൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും. അതിനോട് ചേർന്ന് ഇവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ. അങ്ങോട്ടേക്ക് നടക്കാം, ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇത് കണ്ടോ നർമ്മദ ആരതി നടക്കുന്ന സ്ഥലം. ഇതിപ്പോൾ സമയം ഇവിടെ ഇപ്പോൾ 5:12 6 മണിക്കായിട്ട് അത് തുറക്കുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് അവിടുന്ന് അതാണ് ആ കാണാനാണ് ക്ഷേത്രം. അവിടെ കണ്ട ദൂരാവുന്ന ക്ഷേത്രം. അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെയാണ് ആരതി നടക്കുന്നത്. 6 മണിക്ക് ഇവിടെ തുറക്കും. പക്ഷേങ്കിൽ ആരതി തുടങ്ങുമ്പോൾ 7:15 ആവും. നേരെ നമുക്ക് അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാം കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള പാർക്കിങ്ങിലോട്ടപ്പോൾ ഞാൻ നിൽക്കുന്നത്. ആരതി കാണാൻ പിന്നെ വൈകിട്ട് ഒരു 6:30 7 അവിടെ ഇതൊക്കെ നിറയും, പാർക്കിങ് മൊത്തം നിറയും. ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ആരതി നമ്മുടെ റൂം സ്റ്റേയുടെ ഓണർ പറഞ്ഞ പുള്ളിയാളുടെ സ്വന്തം കാറിൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. വീടൊക്കെ ചെറുതായിട്ട്, പക്ഷേ കാറൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ കാറ്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്, വീട്ടിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് കൃഷി ചെയ്താൽ മതി, അവർക്ക് വികസനമൊന്നും വേണ്ടതാണ്. ഇപ്പം ഞാനവിടെ ഏകത മാളിൽ നമ്മളൊരു മലയാളീനെ കണ്ടില്ലേ, അവിടുത്തെ കേരളത്തിലെ സ്റ്റാള് അതൊക്കെ ഞാൻ പറയാൻ പറഞ്ഞില്ലേ, ഏകത നഗറിലെ മാളുണ്ടല്ലോ, അവിടെ ഓരോ സ്റ്റാളും ഓരോരോ സർക്കാരിൻ്റെയാണ്. UPയുടെ മാൾ UP സർക്കാരിൻ്റെ, കേരളത്തിൻ്റെ സ്റ്റാൾ കേരള സർക്കാരിൻ്റെ, അങ്ങനെയാണ്. അവിടെ അതിൻ്റെ അകത്തൊരു സ്റ്റാഫാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ മലയാളിയാണ്. പുള്ളി പറഞ്ഞാൽ അങ്ങനെയാണ്, ഇവിടുത്തെ ആൾക്കാർ വികസനമൊന്നും വേണ്ട, അവർക്ക് കൃഷി മതി, വേറെ ഒന്നും വേണ്ട. കൃഷി പട്ടിണി കിടന്നാലും ചത്താലും കൃഷി 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 അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവരുടെ. അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ വീടിലോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് ടെമ്പിൾ. ഓക്കെ, പട്ടേൽജി ഫിർമിയിലേക്ക് ഞങ്ങൾ അപ്പോൾ പോവാണ്. എന്താ കഴിഞ്ഞ ലാസ്റ്റ് സീനായിരുന്നു കേട്ടോ, വല്ലഭായ് പട്ടേലിൻ്റെ ലാസ്റ്റ് സീന് ഇപ്പോൾ കാണാൻ പറ്റണില്ല, കഴിഞ്ഞു. ओके, इधर कोई टिकट लेने के लिए कोई नहीं है, टिकट एडवांस बुक करने का है? हाँ, बिस्मिल्लाह। ओके 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 ओके
ഓക്കെ എനിവേ താങ്ക് യു മിൽത്താ ഓക്കെ ബൈ. ഇതാണ് കേട്ടോ ഏകതാ നഗറിലെ GSRTC ബസ് സ്റ്റേഷൻ. ഇവിടെ എന്താ അടിപൊളിയായിട്ടെന്നൊക്കെ എല്ലാം ഗുജറാത്തി കേട്ടോ, നമുക്കത് മനസ്സിലാവും. എല്ലാം ട്രാൻസ്ലേറ്റർ വെച്ച് വേണം നമുക്ക് നോക്കാനായിട്ട്. നമ്മുടെ റൂം ഓണർ ഇവിടെ കൊണ്ടുവന്നാക്കി അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ആ ആളെ പറഞ്ഞേൽപ്പിച്ചിട്ട് ആളെ അഹമ്മദാബാദ് പോകാനുള്ളത്. പുള്ളിനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് വേണത്. ഇവർ ഗുജറാത്ത് അറിയാൻ പാടില്ലാത്ത ആൾക്കാരാട്ടോ, ഇവരെയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി. അതുകൂടാതെ പുള്ളി ഇനിയിപ്പോൾ ബസ് കിട്ടിയില്ലെങ്കിൽ പുള്ളിനെ വിളിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പുള്ളി എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഒരു മനുഷ്യനായിരുന്നു. ഒരു ചെറിയ പയ്യനാണ് കേട്ടോ, ഒത്തിരി പ്രായമൊന്നുമില്ല. ഇവിടെ പെട്ടു എന്നുണ്ടോ, ഒരു മനുഷ്യനില്ല. ഏകതാ നഗർ GSRTC ബസ് സ്റ്റേഷനിൽ ഒരു മനുഷ്യനില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. 8 മണിക്കൊരു ബസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി 8 മണി, അതായത് ഞങ്ങൾ 5 മണിക്ക് വന്നു, 5-6 മണിക്ക് ഇവിടെ എത്തിയതാണ്. 2 മണിക്കൂർ 3 മണിക്കൂർ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ട്രെയിനിൽ കയറിട്ടോ കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ജനറൽ ക്ലാസ്സിൽ കയറുന്നു. ഇനിയൊരു 1/4 മണിക്കൂർ കൊണ്ട് കേട്ടോ ട്രെയിൻ എടുക്കാനായിട്ട്. ജനറൽ ക്ലാസ്സിലാണെങ്കിൽ ആൾ കുറവാട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി തിരിച്ച് ഓട്ടോറിക്ഷയിൽ തന്നെ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കേട്ടോ. ഇതിപ്പോൾ അവിടെ ഈ കിടക്കണ കേട്ടോ ട്രെയിൻ റേവ എക്സ്പ്രസ് 7 മണിക്ക് ഏകതാ നഗറിൽ നിന്ന്. ഇപ്പോൾ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഉള്ളത്. ട്രെയിൻ എടുക്കാൻ പോവാണ് കേട്ടോ. ഇത് അവിടെ പച്ച ലൈറ്റ് കാണിക്കുന്നുണ്ട് കണ്ടോ, അവിടുത്തെ ട്രെയിൻ മാനേജർ പച്ച ടോർച്ച് അടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പുറേ ഹോൺ അടിക്കുന്നുണ്ട്, ട്രെയിനിൻ്റെ ഹോൺ. ആദ്യം എടുത്തു ട്രെയിൻ. ഓ എന്തൊരു ചാട്ടാ പോകും. ട്രെയിൻ എടുത്തേ